ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ന്യൂബാസ് ഷെയർ. ഇന്ന് ഞാൻ നിങ്ങൾക്കിവിടെ ഒരു ഈസി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ക്യാബേജ് തേങ്ങ ഇട്ടിട്ടും വെള്ളം ഒഴിച്ചൊക്കെയാണ് പലരും വെക്കാറ്. നമ്മൾ ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാണ്ട് തേങ്ങയും ചേർക്കാണ്ട് നല്ല ഡ്രൈ റോസ്റ്റായിട്ട് നമുക്ക് ക്യാബേജ് തോരൻ ഉണ്ടാക്കാം. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതിനായിട്ട് തന്നെ ഞാൻ ആദ്യം തന്നെ ഉഴുന്ന് 1 ടേബിൾ സ്പൂണും ഒപ്പം കടലപ്പരിപ്പ് 1 ടേബിൾ സ്പൂൺ ഇത് രണ്ടും തന്നെ ഞാൻ എടുത്തിട്ട് ഒരു ചെറിയ സോസ് പാനിൽ ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ, അതിൻ്റെ ഒരു മണം നമുക്ക് വരുന്നതായിരിക്കും. ആ സമയം വരെ ഒന്ന് ചൂടാക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ആണ് ചൂടാക്കേണ്ടത്. ഇതിലോട്ട് ഞാൻ കല്ലുപ്പ് ഒരു 1/4 സ്പൂണോ അല്ലെങ്കിൽ അത് കുറവ് തന്നെ ചേർത്ത് കൊടുക്കാം. നമുക്കിനിത് ചൂടാറിയതിന് ശേഷം ഒരു മോട്ടർ പെസിൻ്റെ സഹായത്തോടു കൂടിയോ അല്ലെങ്കിൽ മിക്സിയിലോ ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം നമുക്ക് അതിലോട്ട് 1/2 സ്പൂൺ ഉഴുന്ന്, 1/2 സ്പൂൺ കടുക്, 1/2 സ്പൂൺ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഒരു വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ട് 4 ചെറിയ ഉള്ളിയോ അല്ലെങ്കിൽ ഒരു വലിയ ഉള്ളിയുടെ പകുതിയോ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചതും ഒരു പച്ചമുളകും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സാധാരണ തോരനെ നമ്മൾ വഴറ്റുന്ന പോലെ തന്നെ ഇതിലോട്ട് കറിവേപ്പിലയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ സാധാരണ നമ്മൾ തോരൻ വെക്കുന്നതിൽ നിന്നും കുറച്ച് വ്യത്യാസമാണ് ഈ തോരനുള്ളത്. ഇനി ഇതിലോട്ട് ഞാൻ കായപ്പൊടി കുറച്ചിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ക്യാബേജ് തോരന് കളർ കൊടുക്കാനായിട്ട് ഒരു മഞ്ഞൾപ്പൊടി ശകലം ഒരു 1/4 സ്പൂണോ അതിൽ കുറവോ ചേർത്ത് കൊടുത്തിട്ട് ഇത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തോരൻ കൂടിയാണ് ഇത്. ഇനി ഇതിലോട്ട് ഞാൻ ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് വെച്ച ക്യാബേജ് നമുക്കൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചതാണെങ്കിലും അത് ഒരു കൈപ്പിടി വീതമായിട്ട് ഇട്ട് കൊടുക്കുക. എല്ലാം ഒറ്റയടിക്ക് ഇട്ട് കൊടുക്കാണ്ട് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോഴേ ആ അതായത് മഞ്ഞൾപ്പൊടിയുടെ നിറം എല്ലാ ഭാഗത്തും കറക്റ്റായിട്ട് വരത്തുള്ളൂ. വളരെ എളുപ്പത്തിൽ തേങ്ങയൊന്നും ചിരകാണ്ട് ഈസി ആയിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു റെസിപ്പിയും കൂടിയാണിത്. അപ്പോൾ എല്ലാ ക്യാബേജ് ഇതുപോലെ അരിഞ്ഞു വെച്ചതെല്ലാം ഞാൻ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലോട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാൻ 1/2 സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. നമ്മളിതിലോട്ട് ഓൾറെഡി കടല നമ്മൾ ചൂടാക്കിയപ്പോൾ ഉഴുന്നും കടലപ്പരിപ്പും ചൂടാക്കിയപ്പോൾ കുറച്ച് ഉപ്പിട്ടുള്ളത് കാരണം ഈ സമയത്ത് നിങ്ങൾ കുറച്ച് ഉപ്പിട്ടാൽ മതി. നമുക്ക് അവസാനം ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പ് കുറവാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് ഞാനിതുപോലെ ഈ ആദ്യം തന്നെ നമ്മൾ ചൂടാക്കി ഉഴുന്നും കടലപ്പരിപ്പും പൊടിച്ച് ഒരു പൗഡർ ഫോമിലായിട്ടുണ്ട്. മിക്സി ജാറിലെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടും. അല്ല ഇതുപോലെ ഒരു മോട്ടർ മെസ്സിൻ്റെ സഹായത്തോടെ ഒന്ന് പൊടിച്ചെടുത്താലും മതിയാകും. അപ്പോൾ 2 മിനിറ്റ് ഞാൻ ക്യാബേജ് മീഡിയം ഫ്ലെയിമിലൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു, വേവിച്ചെടുത്തിട്ടുണ്ട്. 2 മിനിറ്റ് കഴിഞ്ഞു. നമുക്കൊന്ന് ലിഡ് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഏകദേശം ക്യാബേജ് ഒരു പകുതിയോളം തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി വേകട്ടെ. അതിനായിട്ട് ഞാൻ 1 മിനിറ്റ് നേരം കൂടി ഒന്ന് ലിഡ് കവർ ചെയ്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് മാക്സിമം മതിയാവും ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരാനായിട്ട്. പക്ഷേ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഇത് ഒന്ന് അടിപിടിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു 80% കുക്കായിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇതിലോട്ട് നമുക്ക് തേങ്ങയ്ക്കും മറ്റും പകരമായിട്ട് നമ്മൾ ചേർക്കുന്ന ആ പരിപ്പ് പൊടി, അതായത് ഉഴുന്നും കടലയും കടലപ്പരിപ്പും പൊടിച്ചെടുത്തിട്ടുള്ള ആ പൗഡർ, അതായത് 2 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഉഴുന്ന് 1 ടേബിൾ സ്പൂണും കടലപ്പരിപ്പ് 1 ടേബിൾ സ്പൂണും. അത് പൊടിച്ചപ്പോൾ നമുക്കൊരു 3 സ്പൂണോളം കിട്ടും, ഈ പൗഡർ ഫോമിൽ കിട്ടും. അത് മൊത്തം തന്നെ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. നിങ്ങൾക്കത് ഒരുപാട് അധികം പൊടിച്ച് വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, നമുക്കൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലെടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കാം. ഇത് ഏതൊരു ഇതുപോലെ തേങ്ങയ്ക്ക് പകരമായിട്ട് ഏത് റെസിപ്പിയിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. വളരെ പെട്ടെന്ന് പണിയും കഴിയും, പക്ഷേ ഒരു പ്രത്യേക ടേസ്റ്റും നല്ലൊരു മണവും കൂടി ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ നമ്മളിത് ഇട്ട് കൊടുത്തതിന് ശേഷം 1 മിനിറ്റ് നേരത്തേക്കൊന്ന് കുക്ക് ചെയ്താൽ മതിയാകും. അത് കഴിഞ്ഞ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് ജോലിക്കൊക്കെ പോകുന്നവർക്കും പിന്നെ ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്തെടുക്കണം എന്നുള്ളവർക്കൊക്കെ പറ്റിയൊരു റെസിപ്പിയാണിത്. ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഇത് കമൻറ്റ് ചെയ്യുക കമൻറ്റ് ബോക്സിൽ. വീഡിയോ ഇഷ്ടമായെങ്കിൽ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.